നേരത്തെ അരുൺ സോളമൻ പറയുകയാണ്, ഈ പാചകവാതക പ്രതിസന്ധി സ്വിഗ്ഗി സൊമാറ്റോ ജീവനക്കാരെയും ബാധിച്ചിരിക്കുകയാണ്. ഓർഡർ കിട്ടുന്നതിൽ വലിയ കുറവ് സംഭവിച്ചു എന്ന് ജീവനക്കാർ പറയുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ ഈ ഹോട്ടലുകൾ മെനു വെട്ടിക്കുറച്ചതാകാം. പല ഹോട്ടലുകളും വിചാരിച്ച വിഭവങ്ങൾ കിട്ടാത്തതുമാകാം. ചില ഹോട്ടലുകളിൽ നിന്ന് വൈകുന്നേരം മാത്രമാണ് ഓർഡർ കിട്ടുന്നതെന്നാണ് പറയുന്നത്. മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്നാണ് ജീവനക്കാർ പറയുന്നത്. അരുൺ സോളമൻ അവരുമായി സംസാരിച്ചത് കേൾക്കാം. പാചകവാതക പ്രതിസന്ധി സംസ്ഥാനത്തെ ഹോട്ടലുകളെ ഒന്നടങ്കം പൂട്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുകയാണ്. നമുക്കൊപ്പം സ്വിഗ്ഗിയിലെ ജീവനക്കാരാണുള്ളത്. ചേട്ടാ, നിങ്ങളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാധാരണഗതിയിലുള്ള ഓർഡറുകൾ കിട്ടുന്നതിൽ എന്തെങ്കിലും കുറവുകൾ ഇപ്പോൾ വന്നിട്ടുണ്ടോ? കുറവ് ഇന്നോട്ട് വന്നിട്ടുണ്ട്. രാവിലെ ഞാൻ 7 മണിക്ക് തുടങ്ങി. ഇതിനു മുമ്പേ 4-5 ഓർഡർ എടുക്കേണ്ടതാണ്. പക്ഷേ ഇത് രണ്ടാമത്തെ ഓർഡറാണ്. എനിക്ക് കുറവാണ്. സാധാരണത്തിൽ എത്ര ഓർഡറുകളാണ് കിട്ടുന്നത്? സാധാരണ ഗതിയിൽ ഇപ്പം 4 മണിക്കൂറൊക്കെ ആണെങ്കിൽ ഒരു 11-12 ഓർഡർ എടുക്കും. ഇന്ന് ഇത് 1 മണിക്കൂറായിട്ട് രണ്ടാമത്തെ ഓർഡർ എടുത്തിട്ടുള്ളൂ. നിലവിൽ ഇപ്പോൾ എടുക്കുന്ന ഹോട്ടലുകളിൽ ഈ ഓർഡറുകൾ സ്വാഭാവികമായിട്ട് കുറയുന്നുണ്ടല്ലോ. ഇത് ഈ ഗ്യാസിന്റെ പ്രതിസന്ധി ആണെന്നുള്ളത് ജീവനക്കാർ പറഞ്ഞു തുടങ്ങി. ഗ്യാസിന്റെ പ്രശ്നമാണ്. ചില ഡിഷുകളൊന്നും ഇപ്പോൾ ഉണ്ടാക്കാൻ കഴിയാത്തൊരു സാഹചര്യമായി. അതെ, ഡിഷുകൾ ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ ഇതാണ്. വിറകടുപ്പിലേക്ക് മാറിയിട്ടുണ്ടോ ഹോട്ടലുകൾ ഇപ്പോൾ? ഇല്ല, ഇതുവരേക്കും ഇല്ല. ഇനി മാറാം. നിലവിലിപ്പോൾ എന്താ സാഹചര്യം? നിലവിലിപ്പം ഓർഡർ ഉണ്ടെങ്കിലും ചില സാഹചര്യത്തിൽ കുറവായിരിക്കും. നമ്മൾ കറക്റ്റ് സമയത്തൊന്നും ചില സമയത്ത് കിട്ടുന്നില്ല. ചേട്ടാ, ഇപ്പോൾ സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസം എത്ര ഓർഡർ കിട്ടിയായിരുന്നു? സാധാരണ ഓർഡർ കാണും ഇപ്പം കുറവാണ്. സാധാരണ നോർമലായിട്ട് 8-8:30 ആകുമ്പോഴാണ് ഫിനിഷ് ആവുന്നത്. ഇന്നലെ 9-9:30 ആയി. മിക്കവാറുള്ള ഹോട്ടൽസ് എല്ലാം ക്ലോസ് ആയി തുടങ്ങി. ഗ്യാസിന്റെ ലഭ്യത കുറവ് കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇന്നിപ്പോൾ എത്ര മണിക്കൂറായി ചേട്ടൻ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട്? ഇപ്പം 1 മണിക്കൂറായി. 1 അവറിൽ ഒരു 3-4 ഓർഡർ കിട്ടും. ഇന്നിപ്പോൾ 2 ആയുള്ളൂ. എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ബാധിച്ചു തുടങ്ങി. മിക്കവാറും ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്നലെ തൊട്ട് തന്നെ ഹോട്ടൽസൊക്കെ ക്ലോസ് ആയി. വൈകുന്നേരമൊക്കെ ചില ഹോട്ടൽസൊക്കെ വൈകുന്നേരമേ തുറക്കുന്നുള്ളൂ, രാവിലെ തുറക്കുന്നില്ല. ചില ഇവിടെയൊക്കെ ഡൈനിങ്ങിൽ ഈ സമയത്തൊക്കെ ഭയങ്കര തിരക്കുള്ള സമയമായിരുന്നു. ഇപ്പോൾ തിരക്ക് കുറവാണ്. ഇപ്പോൾ എന്നാലും തലസ്ഥാനത്ത് ഹോട്ടലുകൾ പൂട്ടുന്ന ഘട്ടത്തിലെത്തുന്നു. വിറകടുപ്പിലേക്ക് മാറാത്ത ഹോട്ടലുകളുണ്ട്. ചില ഡിഷുകളൊന്നും തന്നെ ഇപ്പോൾ ഈ വരുന്ന കൺസ്യൂമേഴ്സിന് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അവിടെയാണ് സ്വിഗ്ഗി ജീവനക്കാർക്കും ഓർഡർ കിട്ടാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഗാർഹിക സിലിണ്ടറിന്റെ കാര്യത്തിൽ യാതൊരുവിധ ആശങ്കയും വേണ്ടെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഭീതിതമായ ഒരു സാഹചര്യമില്ല. പക്ഷേ ഈ വാണിജ്യ സിലിണ്ടറുകളുടെ ലഭ്യതയിൽ ഒരു കുറവുണ്ട്. അതാണിപ്പോൾ ഈ പ്രശ്നത്തിന് വഴിവെച്ചതും. എന്നാലും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടത്തുകയാണ്.